പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ആമേൻ. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനാം, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാ യേശു പൂജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ എത്ര ധന്യമേ ലോക ജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ എത്ര ധന്യമേ ലോക ജീവിതം. ദൈവത്തിൻ പുത്രനാ യേശു പൂജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ എത്ര ധന്യമേ ലോക ജീവിതം. ആമേൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതി വേണ്ട. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ എത്ര ധന്യമേ ലോക ജീവിതം. ആദി വേണ്ട, ആദി വേണ്ട ആശ്രയമേകാൻ
തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതി വേണ്ട, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ. എത്ര ധന്യമേ ലോക ജീവിതം, താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം, എത്ര ധന്യമേ ലോക ജീവിതം. അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, യേശു എനിക്കായി ചെയ്തതും. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, ദൈവം എനിക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും, അങ്ങനെക്കായി ചെയ്തതും. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഹാ 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 ലേലുയ ഹാ 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 ലേലുയ ഹാ 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 ലേലുയ ഹാ 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 ലേലുയ ഹാ 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 ലേലുയ ഹാ 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 ലേലുയ ഹാ 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 ലേലുയ ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മശിഹ. ഹാ 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 ലേലുയ 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 ഹാ 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 ലേലുയ ഹാ 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 ലേലുയ ആമേൻ. കൊടാക്കോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിതറും തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കൊടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിതറും തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ഹാ 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 ഹല്ലേലൂയ ഹാ 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 ലേലൂയ 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 ഹാ ലേലൂയ
എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്ന അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്ന അമ്മേ. എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്ന അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്ന അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്ന അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്ന അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്ന അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്ന അമ്മേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പിതാവേ, പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ അങ്ങേ ഞങ്ങൾ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തെ ഞാൻ ആരാധിക്കുന്നേ. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നേ. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നേ. ത്രിയേക ദൈവത്തിൽ ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തിൽ ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ത്രിയേക
കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് കിരൂബികൾ, സാറാബികൾ, സ്വർഗജീവികൾ സർവ്വദിവ്യ മഹത്വത്തോടും കൂടി ദൈവത്തെ ആരാധിക്കുന്ന പഴയ നിയമസഭയുടെയും പുതിയ നിയമസഭയുടെയും പ്രതിനിധികളായ മുഴുവൻ വിശുദ്ധരോട് ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനായി നമ്മുടെ ഹൃദയത്തെയും മനസ്സുകളെയും തുറക്കാം. ഈ ഞായറാഴ്ച ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്താൽ പ്രവേശിക്കാം. സഭയാം ശരീരത്തിന്റെ സമൃദ്ധിയിലേക്ക് നമുക്കിന്ന് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവേശിക്കാം. എന്റെ രാജാവേ, എന്റെ യേശുവേ, അവിടുത്തെ നിറവ് മുഴുവൻ അവിടുത്തെ ശരീരമാകുന്ന സഭയിലാണല്ലോ. ആ സഭയാം ശരീരത്തിൽ നിന്ന് എന്റെ ശരീരത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് അവിടുത്തെ മുഴുവൻ നിറവിനെയും പകരണമേ എന്ന് പ്രാർത്ഥനയോടെ ഇരു കരങ്ങളെയും വിരിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനായിട്ട് ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങ് വന്നിരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ മനസ്സാന്നിധ്യത്തിൽ ഞങ്ങളെ തൊടുന്നതിന് നന്ദി. ജീവന്റെ ചൈതന്യത്തിൽ ഞങ്ങളെ സ്പർശിക്കുന്നതിന് നന്ദി. കർത്താവായ ക്രിസ്തുവേ, വചനത്തിന്റെ ഉറവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു. അങ്ങേക്കാൾ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റു പറയുന്നു. അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം. ഹല്ലേലൂയ. എവ്രിബഡി, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, യേശുവേ, അങ്ങയേക്കാൾ വലുതായി എനിക്ക് വേറൊന്നുമില്ല. ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ ആവാസവും എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളെയും ഉയർത്തി ഏക ആത്മാവിൽ സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. Lord, we worship you in one mind and accord. ഈ പ്രഭാതത്തിൽ ഏതെല്ലാം മണിക്കൂറുകൾ കഴിഞ്ഞ് ലോകമെമ്പാടും ഈ ശുശ്രൂഷ എല്ലാ ഹൃദയങ്ങളിലേക്കും വിതയ്ക്കപ്പെടുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങട്ടെ. അവിടുത്തെ ഹൃദയത്തിൽ ഞങ്ങളെ സ്പർശിക്കണമേ. That this word that we are preaching right from here, after many hours, many people will be watching, and let this word be sowed into their heart. എല്ലാ മനസ്സുകളോടും ഇടപെടണമേ. എല്ലാ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ. Touch each and every heart and their mind. മുറിവുകളെ ഉറക്കണമേ. Heal the wounds, Lord. ശാന്തമായ ഈശോയുടെ വചനത്തിന്റെ സ്പർശനം എല്ലാ മനസ്സുകളിലും പകരണമേ. Let the soft touch of your words touch every hearts and minds, Lord. സകല വിശുദ്ധരുമേ, ഞങ്ങളോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. Oh, we are joining with all the saints community. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. Mother Mary, സകല വിശുദ്ധരുമേ, ഞങ്ങളോടൊപ്പം കൂട്ടായ്മയിലായിരിക്കണമേ. all the community of the saints are along with us. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. Amen. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ലൈവായിട്ട് ഈ ശുശ്രൂഷയില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾക്ക് ആദ്യമേ ജീവിത രൂപാന്തരം അനേകർക്ക് വരുത്തിയ ഈ വചനത്തിന്റെ കൺഫെഷൻ, പ്രഖ്യാപനം നമുക്ക് ഏറ്റു ചൊല്ലാം. ഞാനിവിടെ ചൊല്ലുമ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് ചൊല്ലുക, ഇല്ല എങ്കിൽ പിന്നത്തേതിൽ ചൊല്ലുവാനായിട്ട് ഇടവരട്ടെ. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇടയ്ക്ക് ഡിസ്കണക്ട് ആയെന്ന് ഞാൻ അറിയുന്നു. സോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്നേഹിതരെയും കൂടെ ഈ ലൈവ് സ്ട്രീമിലേക്ക് ക്ഷണിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. Ask your friends to join the live stream of this. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്ത് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ
യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല. ചേർന്ന് പറയുക, എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യമായ ആരോഗ്യമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളെയും അവകാശിയായി തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തി ചെയ്യാനായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ നിയമിച്ചിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും വിശുദ്ധ ലൂക്കാ 10:19 എല്ലാ കൺഫെഷനും വാക്യങ്ങളിൽ നിന്നും, ബൈബിളിലെ വാക്യങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഏറ്റു ചൊല്ലുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഭൂതങ്ങളെ പുറത്താക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ മരിച്ചുപോയവരെ ഉയർപ്പിപ്പാൻ ഇങ്ങനെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഓ വിവിധ വീര്യപ്രവർത്തികൾ യേശുവിനെ അധികാരപ്പെടുത്തി ഒരിക്കലും ഒരു ദോഷം എനിക്ക് വരുത്തുക. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു ഞാൻ പൂർണ്ണ ജയാളി ആയി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരമുയർത്തി സ്തുതിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനെ ആരാധന. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ വീക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തെയും നിയോഗിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന എല്ലാ വിഷയത്തെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ലൈവില് പ്രാർത്ഥനാ വിഷയങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് കേട്ടത്? ഒരുപാട് ആൾക്കാർ പ്രാർത്ഥന റിക്വസ്റ്റുമായിട്ട് വന്ന് ഓരോ പേര് ചൊല്ലി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പലരുടെയും റെസ്പോൺസ് അത് വളരെ നന്നായിരുന്നു. ഞാൻ വളരെ ബലപ്പെട്ടു. പ്രത്യേകിച്ച് വചനം തന്നെ കേട്ടപ്പോൾ തന്നെ പലർക്കും സൗഖ്യമായിരുന്നു. ടെസ്റ്റിമണിയാണ് നമ്മൾ ഒരുപാട് കേട്ടു. ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് തന്നെ 9847389389 വാട്സാപ്പ് നമ്പർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. എല്ലാം വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 2-3 വായിച്ചപ്പോൾ തന്നെ ബ്രദറെ ഇന്നത്തെ സൺഡേക്ക് വേണ്ടി ഒരു സിസ്റ്റർ പേളി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു, ബ്രദറെ ഇന്നത്തെ സൺഡേയിലും ഞങ്ങളുടെ വീട്ടിൽ 2ാമത്തെ അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സോ നോ മാറ്റർ വേർ യു ആർ, be there and be in the presence of the Lord. കഴിഞ്ഞ അടുത്ത ചില മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വചനത്തിന് മുമ്പിലായിരിക്കാം. വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന കർത്താവ് നമ്മുടെ നടുവിലേക്ക് വന്നിരിക്കുകയാണ്. The Lord who sends his words and heals it, and that Lord is right now in our midst. പ്രത്യേകിച്ച് ഈ വീക്കിന് ലാസ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ മരിയൻ ഡോഗ്മയില് പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തില് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ദൈവിക ക്രമീകരണത്തിലുള്ള ആ 4 സ്റ്റെപ്പിലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന ആ വിഷയത്തെ ചേർച്ച് വളരെ മഹത്വത്തോടെ കണ്ട് പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. This week is being the celebrating of the ascension of the Mother Mary. ഞാൻ യൂട്യൂബില് സാറ്റർഡേയില് ശനിയാഴ്ച ഇന്നലെ നമ്മളുടെ ശുശ്രൂഷകൾ കുന്നേപ്പള്ളിയിൽ നടന്നപ്പം ആ ഹെഡിങ് എഴുതിയപ്പോ പലരും പറഞ്ഞു സ്വർഗാരോഹണമാണ്, സ്വർഗാരോപണമല്ലെന്ന്. Some caption people were telling me it's not taken up, it's ascension. അവിടെ നമ്മൾ അറിയേണ്ടത് കർത്താവിൻ്റെതിനെ സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ ബാക്കി വിശുദ്ധർക്കും പരിശുദ്ധ അമ്മയ്ക്കും എല്ലാം സംഭവിച്ചതിന് സ്വർഗാരോപണം എന്ന് തന്നെയാണ് സഭ വിശേഷിപ്പിച്ചത്. What has happened to Jesus? He was ascended up, but to Mother Mary it is ascension. ഹല്ലേലൂയ. അപ്പൊ അവിടെയാണ് ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുത്രനുണ്ടായ ഉയർപ്പ് തന്റെ ശക്തിയാലുള്ളതാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായി എന്ന് സഭ വിശ്വസിക്കുന്ന സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടല് അത് ദൈവശക്തിയാൽ അമ്മയ്ക്ക് സിദ്ധിച്ചു എന്നാണ്. Jesus was taken up by the power of the Holy Spirit, but what happened to Mary is the power, she was ascended up. ഹല്ലേലൂയ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിന് തന്നെത്താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടാൻ കഴിയുമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവശക്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളായിരുന്നു. Because for Jesus he could be ascended up because of his power, but for Mary for the ascension has to take place from the power of God. ഞാനും ഡോക്ടറും ഒക്കെ വർഷങ്ങള് ഈ മരിയൻ ഡോഗ്മ മരിയോളജിയിലുള്ള ഈ ഭാഗങ്ങള് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന
പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ പശ്ചാത്തലത്തിൽ നിന്നാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിലേക്ക് വരുന്നത്. We came from the church tradition into the Pentecostal Pentecostal faith, where I could not understand all these details concerning the Marian doctrine. ജസ്റ്റ് ഭൂമിയിലേക്ക് യേശു വരാൻ വേണ്ടി ഒരു ശരീരം ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ മേരിയെ കണ്ടു. ആ ശരീരം എടുക്കാൻ വേണ്ടി മാത്രം മേരിയെ ആ ഒരു കുറച്ച് സമയത്തേക്ക് വാടകയ്ക്ക് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ യൂസ് കഴിഞ്ഞു, ഇനിയിപ്പം എന്ത് ചെയ്തേക്കാം, മാറ്റി നിർത്തിയേക്കാം. അങ്ങനെ മാറ്റി നിർത്തി എന്ന ഒരു ചിന്താശക്തിയിൽ, ആ ചിന്തയിൽ നിന്ന് ഇല്ല, ഇത് അനാദി നിർണയത്തിന് മുമ്പുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഏദനിൽ സുവിശേഷം പറഞ്ഞപ്പോഴേ പറഞ്ഞു സ്ത്രീയുടെ സന്തതി. Hallelujah. We thought that just for the son to come into the world, a lady was being prepared, but from that understanding, no, it's even before the foundations of the world, a woman was prepared there. When sin was entered, there was a commandment. അല്ലെ, ആ പാപം പ്രവേശിച്ചപ്പോൾ തന്നെ അവിടെ ഒരു കൽപ്പന വരികയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തറക്കുക. അപ്പൊ അവിടെ തന്നെ സന്തതിയുമുണ്ട്, ആ സന്തതിക്ക് ജന്മം നൽകുന്ന ഒരു സ്ത്രീയുമുണ്ട്. When sin entered, there was a commandment that a woman will come out, and that offspring of that will break your Hallelujah. So there is a woman as well as there is the sin there. അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് വന്നു, പെട്ടെന്ന് ഗബ്രിയേൽ മാലാഖയെ വിളിച്ചു, ആരെങ്കിലും ഒരു സ്ത്രീയെ തപ്പി കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടിയല്ല. ഇത് അനാദി നിർണയത്തിലെ ഏദനിലേ എഴുതി വെച്ചു, സ്ത്രീയുടെ സന്തതി വരും. It's not like when you come to the New Testament, there's something was being immediately prepared. No, it's right from the foundations of the world. Even in before Eden, a woman was being prepared for that. Hallelujah. അപ്പൊ അവിടെയാണ് നമ്മൾ അറിയുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ ശക്തി എത്ര വലുതാണ് എന്നുള്ളത്. There you understand what a great faith of this whole tradition. കർത്താവിന്റെ കൂടെ നടന്ന ഹാനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടു. Enoch was taken up. ഏലിയാവ് ദൈവത്തിന്റെ മുമ്പിൽ എടുക്കപ്പെട്ടു. Elijah was also taken up. നമ്മൾ അങ്ങനെ ഏലിയയുടെ കാര്യം വായിക്കുമ്പോൾ അങ്ങനെയാ പറയുന്നത്. എലീശ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏലിയായെ അഗ്നിരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. He was taken up in front of Elijah. കർത്താവിന്റെ കൂടെ നടന്ന ഹാനോക്ക് ദൈവത്തോട് കൂടെ എടുക്കപ്പെട്ടു. Enoch was walking with the Lord, he was taken up along with. ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയായെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. The prophet of Elijah was taken up. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ സ്വീകരിച്ച, that's the condition, the woman who received, കർത്താവിനെ വഹിച്ചവൾ, the one who bared him. ഹല്ലേലൂയ. അവൾ ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് മുഴുവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസം എത്രയോ ആഴമായ വിശ്വാസം. While in this world she was so pleasing the Lord, then how much more she has been served. ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി യൂസ് ചെയ്ത ഒരു ഇൻസ്ട്രുമെന്റിനെ ദൈവം തന്റെ അടുത്തോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നതിനകത്ത് എന്താണ് വിരോധാഭാസം? A vessel that's used by God took it for himself into the heaven. Hallelujah. അപ്പൊ ആ ഒരു വിശ്വാസം, ആ 4 ഡോഗ്മകളിൽ ഏറ്റവും ശക്തമായിട്ട്, ഇപ്പൊ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ആയിക്കോട്ടെ, അത് പെർപെച്വൽ വെർജിനിറ്റി ഓഫ് മദർ മേരി ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന കഴിഞ്ഞ ആഴ്ചയിൽ സഭ ആഘോഷിച്ച ഈ സ്വർഗാരോപണം, ഞാൻ പിന്നെ ആ വാക്ക് സ്വർഗാരോപണം, അതിന്റെ ആഘോഷമായിക്കോട്ടെ, എത്ര ശക്തമാണെന്നറിയാം ആ വിശ്വാസത്തിന്റെ അടിത്തറ ബൈബിളിൽ. The last week the church was celebrating Ascension of Mary. It's got certain strong foundations behind it. Hallelujah. പരിശുദ്ധ അമ്മയ്ക്ക് സിദ്ധിച്ച ഭാഗ്യങ്ങളെല്ലാം ദൈവത്താൽ ഉണ്ടായി, സ്വയസിദ്ധിയാൽ ഉണ്ടായി എന്നുള്ളതിലുപരി ദൈവത്താൽ ഉണ്ടായി. പാപരഹിതമാക്കി ദൈവം ആ ശരീരത്തെ മാറ്റി. All the blessings that God was by God to Mother Mary. Hallelujah. ആ ശരീരത്തെ പുത്രന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ കർത്താവിന് പ്രസാദം തോന്നി. അവിടെയാണ് ആ വിശ്വാസത്തിന്റെ ശക്തി വരുന്നത്. So pleasing for the Father to take up that body towards him. തന്റെ പുത്രനെ വഹിച്ച ആ ശരീരത്തെ, the body that bare that his son Jesus, he was so pleased to take it up. കഴിഞ്ഞ ആഴ്ച ആഗോള സഭയോട് ചേർന്ന്, അപ്പോസ്തലിക സഭയോട് ചേർന്ന് നമ്മൾ ഇതിന്റെ വലിയ ആഘോഷത്തിലായിരുന്നു. Last week we were celebrating along with all the apostolic church of celebration. ഇന്ന് നമ്മൾ ഇന്നത്തെ സഭയുടെ വായനക്രമം നോക്കിയാൽ അറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് 15-ാമത്തെ അധ്യായം. ഒത്തിരി സൗഖ്യങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു അധ്യായമാണിത്. കനാൻകാരി സ്ത്രീയുടെ വിശ്വാസം, കനാൻകാരിയുടെ വിശ്വാസം എന്ന പേരിൽ എഴുതിയിരിക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. Today's reading is from Matthew chapter 15 for 21 to 27. സീദോന്റെയും സോറിന്റെയും അതിർവഴി യേശു വരികയാണ്. And departing from there, Jesus withdrew into the areas of Tyre and Sidon. കനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്, ദാവീദ് പുത്ര, എന്റെ മേൽ കനിയണമേ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. And behold, a woman of Canaan
going out from their parts, cried out, saying to him, "Take pity on me, Lord, son of David. My daughter is badly afflicted." അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. He did not say a word to her. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, The disciples drawing their അവളെ petition, പറഞ്ഞയച്ചാലും dismiss her, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിക്കുന്നുവല്ലോ എന്ന് for പറഞ്ഞു. she is crying out after us. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. And he responded, he said, "I was not sent except to the sheep who have fallen away from the house of Israel." എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, But she approached and adored him. കർത്താവേ എന്നെ സഹായിക്കണമേ, "Lord, help me." കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. "Lord, help me," she said. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. And responding, he said, "It is not good to take the bread of the children and cast it to the അവൾ dogs." പറഞ്ഞു, അതേ കർത്താവേ, But she said, നായ്ക്കളും "Yes, Lord, but the young dogs യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. also eat from the crumbs that fallen from the table of their masters." യേശു പറഞ്ഞു, And Jesus said, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, "Oh woman, great is your faith. നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ Let എന്ന് it be done for you just as you wish." ആ സമയം മുതൽ And her daughter അവളുടെ പുത്രിക്ക് സൗഖ്യമുണ്ടായി. was healed from that very hour. ഒരു മകളുള്ള ഒരമ്മ, Just imagine a mother who's having a daughter. അവളുടെ പേരെഴുതിയിട്ടില്ല, There's no name given there. അവളുടെ അമ്മയുടെ പേരെഴുതിയിട്ടില്ല, Mother's name is not given. ഭൂതോപദ്രവമുള്ള മകളുടെ പേരെഴുതിയിട്ടില്ല. But there is, she has been possessed by a demon. Her name is not കനാൻകാരി എന്ന് മാത്രം She's വിശേഷിപ്പിച്ചിരിക്കുന്നു. from Canaanite. ഹല്ലേലൂയ. എന്താണ് ഇതിന്റെ ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്? അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. Yes, you have to understand the historical background, then only you can understand this. നമുക്കറിയാം, ആ നാട്ടില് ശമര്യരുണ്ട്, കനാന്യരുണ്ട്, യഹൂദരുണ്ട്. There are Jews there, there are Canaanites, the Samaritans are there. എന്നാൽ ഈ യഹൂദൻ അല്പം തലയെടുപ്പുള്ള ജാതിയാണ്. The Jews are considered to be a higher caste. Higher caste. Not higher caste, higher religion maybe. Yeah. അപ്പൊ അതുകൊണ്ട് തന്നെ കീഴെ ഉള്ളവരോടെല്ലാം വലിയൊരു ഉച്ചനീചത്വം അവരുടെ ഹൃദയത്തിൽ. Because of that, they looked down upon many of the other tribes. യഹൂദന് അന്നും ഇന്നും ഇഷ്ടമില്ലാത്ത പല മൃഗങ്ങളുള്ളതിൽ ഒരു മൃഗമാണ് പന്നി. Jews, they don't like pigs. വേറൊരു മൃഗമാണ് നായ്. Another animal is dogs. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത രണ്ട് ജാതിയെയും അവർ വിളിക്കാൻ ഈ പേര് വിളിക്കും. Because of that, if they don't like any tribe, they call these two names. അവരെ വിളിക്കുന്ന ഈ പേര് വെച്ച്. With these names they call them. കനാന്യർ, Canaanites, നായ്ക്കൾ. dogs. ശമര്യർ, Samaritans, പന്നികൾ. pigs. ഇതാണ് അവരുടെ മൈൻഡ് സെറ്റ്. That is the mindset at that time. സെമിറ്റിക് റിലീജിയനിൽ വന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇത് വരുന്നത്. അന്നേരം അത് മനസ്സിലാവുള്ളൂ. Because out of the religious background, these two mindset came. അപ്പൊ ഇഷ്ടമില്ലാത്തവരെ ആ പേര് വിളിക്കുന്ന പന്നികൾ, നായ്ക്കൾ എന്ന് വിളിക്കുന്ന ശൈലി. If they don't like the people, they call dogs or pigs. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത്. It's in this background that Jesus. ഒരു സൗഖ്യം ചോദിക്കുകയാണ്. A lady is coming asking for a healing. മകളുടെ ഭൂബോധരവുമാണ് വിഷയം. A daughter is having demon possessed. ഒരു തരത്തിലും ഈ കുഞ്ഞ് ആക്രമണമില്ലാതെ ഒരു ദിവസം പോലും ഉറങ്ങുന്നില്ല. She's not able to sleep one single day. ഇവിടെ ഇതാ ഈ അമ്മ ഓടി വരികയാണ് കർത്താവിന്റെ അടുക്കൽ. The mother is running towards Jesus. യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, Came to Jesus and Jesus is saying, യേശു അവളോട് അപേക്ഷിച്ചു. she അവൾ യേശുവിനോട് അപേക്ഷിച്ചു. prayed to Jesus. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. 22-ാമത്തെ വാക്യം. 15-22. My daughter is so possessed by the devil. ക്രൂരമായി പിശാച് ബാധിച്ചിരിക്കുന്നു. So possessed by the devil. ഓക്കെ. യേശു ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. Jesus did not utter any word. എന്തുകൊണ്ട് യേശു ഉത്തരം പറഞ്ഞില്ല? Why he did not utter? അത് യേശു മറുപടി പറയുന്നു. 24-ാമത്തെ വാക്യം. Verse 24. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളെ കണ്ടോ, ഇസ്രായേലിനെ വിശേഷിപ്പിക്കുമ്പം Yes. ആടുകൾ എന്നാ വിളിച്ചു കളിക്കുന്നത്. When he is addressing to the Israelites, he is calling them as sheep. ആടുകൾ. Sheep. ഇസ്രായേലിയർ ആടുകൾ. Israelites are his sheep. കനാന്യർ നായ്ക്കൾ. But his Canaanites are dogs. ആടുകളുടെ അടുക്കിലേക്ക് എന്നെ വിട്ടിട്ടുള്ളൂ. See, I have been sent to the sheep. നായ്ക്കളുടെ അടുക്കിലേക്ക് എന്നെ വിട്ടിട്ടില്ല. Not to the dogs I have been sent. അതെവിടെ പറഞ്ഞു? ഇസ്രായേൽ ജനത്തിന്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത്. I was not sent except to the sheep who have been fallen away from the house of Israel. പറഞ്ഞതിന്റെ അർത്ഥം, നിന്റെ മകൾക്ക് സൗഖ്യം തരാൻ ഇപ്പം സമയമില്ല, അതിന്റെ സമയമല്ല ഇപ്പം. It's not my time to heal your daughter. That's the meaning of it. ഞാനിപ്പോ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് യഹൂദരുടെ ഇടയിൽ മാത്രം നിൽക്കുക. I've just come exclusively for the among the Israelites. നമുക്കറിയാം, സുവിശേഷത്തിന്റെ ആദ്യ പദ്ധതിയിൽ യഹൂദൻ മാത്രമേ ഉള്ളൂ. It's in the initial time in the gospel you find only the
Jews is there. എന്നാൽ അവിടെ ഓടിക്കയറി വന്ന് അത്ഭുതം പ്രാപിച്ച വിജാതീയരുമുണ്ട്. But there are many people who are out of the Gentiles who came and received the healing. അങ്ങനെ ഒരാളാണ് ഈ കനാന്യ സ്ത്രീ. This is one example is the Canaanite slave. യേശു യഹൂദരിൽ മാത്രം ചുറ്റി നിൽക്കുകയാണ്. Jesus was walking among the Jews. ആടുകളുടെ അടുക്കലേക്ക് മാത്രമായി എന്നെ അയച്ചപ്പെട്ടിരിക്കുന്നത്. I was sent among to the sheep of Israel. ശിഷ്യരോട് പറയാൻ എന്നെ അസ്വസ്ഥപ്പെടുത്തരുത്. She said, don't trouble me. പക്ഷേ ഈ സ്ത്രീ വിടാൻ തയ്യാറല്ല. But this lady was adamant. ഇപ്പൊ ഇല്ലെന്നും ഇപ്പൊ അതിന്റെ സമയമല്ലെന്നും പറയുമ്പോൾ Jesus said, it's not my time. കർത്താവിനെ വിടാൻ അവൾ തയ്യാറല്ല. She was not prepared to leave him. അവൾ അവനെ പ്രണമിച്ചു പറഞ്ഞു. She followed him. 25-ാമത്തെ Verse വാക്യം. 25. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. Lord, help me, she said. യേശു വളരെ ഷാർപ്പായി മറുപടി പറയുന്നു. 26-ാമത്തെ വാക്യം. Jesus gave a very sharp reply. ഒരിടത്തും നമ്മൾ യേശുവിനെ ഇങ്ങനെ കാണുന്നില്ല. No other time you find such a response. 26-ാമത്തെ വാക്യം. അവൻ അവളോട് പറഞ്ഞു, He said to her, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. it's not good to take the bread of the children and cast it to the dogs. നീ നായിയാണ്. You are a dog. സമൂഹം നിന്നെ അങ്ങനെയാ കാണുന്നത്. Because the people are seeing you like that. ഞാൻ വന്നിരിക്കുന്ന ആടുകൾക്ക് വേണ്ടിയാ. So I have come for the sheep. ആട് യഹൂദനാണ്. He is the Jews. അവരെ മക്കളെന്നാ I വിളിച്ചേക്കുന്നത്. called my children. നിങ്ങൾ നായ്ക്കളാണ്. You are dogs. നിങ്ങളെ അങ്ങനെ എല്ലാരും കാണുന്നേ. Everyone is seeing you like this. മക്കളുടെ അപ്പം How can I take? എടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് How can I take the bread of the children and give it to the dogs? യോഗ്യമല്ല. It's not worth. പക്ഷെ സ്ത്രീ വിടാൻ തയ്യാറല്ല. She was not even prepared to leave her. ഏതാണ് ഇവിടുത്തെ അപ്പം? What is the bread there? ഇവിടുത്തെ അപ്പമാണ് ആ സൗഖ്യം. The bread is the healing there. ഇവിടുത്തെ അപ്പമാണ് സൗഖ്യത്തിന്റെ കാരണമായ യേശു. The reason for this healing is Jesus. That bread itself is Jesus. അപ്പമാണ് ആ സൗഖ്യത്തിന്റെ കാരണം തന്നെ. ആ അപ്പം യേശു തന്നെയാണ്. And Jesus is the bread. യേശു പറയുകയാണ്, Jesus said, അപ്പമായിരിക്കുമ്പോൾ ഇത് മക്കൾക്കാണ്. see, when I'm being a bread, it's for my children. പക്ഷെ സ്ത്രീ പറയുന്നത് നോക്കൂ. But the lady said, യേശു പറയുകയാണ്, അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. it's not to give the bread for the sheep to my children to the dogs. വളരെ ശ്രദ്ധിക്കണം. Listen carefully. ഇത് വളരെ ഒരു ഇവിടെ ആ വാക്യത്തിന് ട്വിസ്റ്റ് വരുന്നു. There's a twist there. Listen very carefully. യേശു പറയുന്ന അപ്പം കൊടുക്കുകയില്ല. Jesus said, I won't give you bread. സ്ത്രീ പറയുന്നു നോക്കൂ. The lady says, കർത്താവേ എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല. 27-ാമത്തെ വാക്യം. അവൾ പറഞ്ഞു, അതെ കർത്താവേ, യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ നായ്ക്കുട്ടികൾ തിന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു. She said, Lord, but the young dogs also eat from the crumbs that fallen from the table of the masters. യേശു പറഞ്ഞപ്പോ പറയുന്നു അപ്പം എടുത്ത് കൊടുക്കുകയില്ല. Jesus said, I won't give the bread. സ്ത്രീ പറഞ്ഞപ്പോ പറയുന്നു അപ്പം നുറുക്കുകൾ നായ്ക്കൾ ഭക്ഷിക്കുന്നുവല്ലോ. The lady said, even the crumbs that fall from the master's table. യേശു പറഞ്ഞപ്പോ അപ്പമായിരിക്കുന്നു. When Jesus said the bread is bread, സ്ത്രീ പറയുമ്പോൾ പറയുന്നു, and when the lady says അപ്പം നുറുക്കപ്പെടുന്നു. the bread has been broken down, നുറുക്കപ്പെടുമ്പോൾ when the bread has been broken down, നുറുക്കപ്പെട്ട അപ്പത്തിനകത്ത് the broken bread in it, എല്ലാരും ഉണ്ട്. oh, everyone is there. Hallelujah. It's the one was the pre-cross and then the post-cross. Exactly. ഒന്ന് കുരിശിന് മുമ്പും ഒന്ന് കുരിശിന് ശേഷവും. At that time when Jesus was speaking, it's the pre-cross. When Jesus was bread, it was exclusively for the Jews. Hallelujah. യേശു അപ്പമായിരുന്നപ്പോൾ അത് യഹൂദന് വേണ്ടി മാത്രമായിട്ടാണ് വന്നത്. എന്നാൽ യേശു നുറുക്കപ്പെട്ടപ്പോൾ, But when he was being broken down, കനാന്യർ അതിന്റെ അകത്ത് കയറി വന്നു. the Gentiles came into it. നമ്മൾ അതിന്റെ അകത്ത് കയറി And വന്നു. we entered into it. നിങ്ങൾ അതിന്റെ അകത്ത് കയറി വന്നു. We all entered into it. ഇന്ന് നമ്മുടെ സൗഖ്യം സാധ്യമാണ്. Today our healing is possible. എന്തുകൊണ്ട് സാധ്യമാണ്? Why it is possible? നുറുക്കപ്പെട്ട അപ്പം. Because the bread has been broken down. അപ്പം നുറുക്കപ്പെട്ടു. When the bread has been broken down. ആവർത്തിച്ചു പറയട്ടെ, ഇന്ന് സൗഖ്യം സാധ്യമാണ്. കാരണം അപ്പം നുറുക്കപ്പെട്ടു. Today healing is possible because the bread has been broken down. ഇല്ലെന്ന് പറഞ്ഞിടത്ത് തന്നെ തിരിച്ചു വിളിച്ച് കർത്താവുടെ മകളെ സൗഖ്യപ്പെടുത്തുന്നു. Jesus said, I cannot heal you, but at the same time Jesus brought her to us. ആദ്യം യേശു പറഞ്ഞു, എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയില്ല. The first time Jesus said, no, I cannot heal you. അതേ കർത്താവിനെ കൊണ്ട് The same Jesus, അടുത്ത ഒരു മിനിറ്റിനകത്ത് within a minute of that saying that, ഇരുന്നിടത്ത് മകളെ സുഖപ്പെടുത്തുന്ന സൗഖ്യത്തെ you can ഉണ്ടാക്കിയെടുത്തു. see where the daughter was, the healing went there. യജമാനന്മാരുടെ മേശയ്ക്ക് കീഴിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ നായ്ക്കൾ തിന്നുന്നുണ്ടല്ലോ. Even the dogs eat from the bread that fallen from the master's table. Yes, ഞാൻ നായ്ക്കുട്ടിയാ. Yes, I am a dog.
എനിക്ക് അപ്പം വേണ്ട, I don't want the bread, എനിക്ക് അപ്പം നുറുക്ക് മതി. but I want the crumbs of the bread. ഓ, അവൾ അന്നേരം പോയി കുരിശിലേക്ക്. There she went to the cross that time. ഇപ്പൊ ഹോശന്നാ പാടി അപ്പമായി അങ്ങേ എല്ലാരും കൊണ്ടു നടക്കുക. Today everyone is saying Hosanna and they are taking you as the bread. ബ്രെഡ് ആയിട്ട് ഇപ്പൊ ഇരിക്കുക. Right now you are the bread. എന്നാൽ ചില ദിവസം കഴിയുമ്പോൾ But within few days നുറുക്കപ്പെടും. you will be going to be broken down. നുറുക്കപ്പെടുമ്പോൾ When you have been broken down, അതിനകത്ത് ഞാനുണ്ട്, oh, when it's been broken down, I എന്റെ am in it. മകളുണ്ട്, My daughter is inside ഞങ്ങളുടെ it. സൗഖ്യമുണ്ട്. My healing is inside it. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ Today when we are speaking this word to you, മേശപ്പുറത്തിരുന്ന അപ്പം, the bread that was on the table, ഹോശന്നാ പാടി ആൾക്കാർ ആക്രോശിച്ചു when the കൊണ്ടുവരുന്ന people അപ്പം were singing Hosanna, നുറുക്കപ്പെട്ടു, but bread was being broken down. ചിതറപ്പെട്ടു. It was being spread. ഇന്ന് ആ നുറുക്കപ്പെട്ട അപ്പത്തിൽ Today that in that broken bread, എന്റെ സൗഖ്യമുണ്ട്, my healing is in that. എന്റെ അത്ഭുതമുണ്ട്. My miracle is in that. ഇല്ലെന്ന് പറഞ്ഞത് ഉണ്ടാകണോ? If you said no, it has to happen. ഇല്ലെന്ന് പറഞ്ഞതിനെ ഉണ്ടാക്കാൻ വിശുദ്ധ കുർബാനയ്ക്ക് ശക്തിയുണ്ട്. Hallelujah. If something which is not that is able to be Yes. brought there by the power of the Holy Mass. ഓ ഹല്ലേലൂയ. Hallelujah. ഓരോ ഞായറാഴ്ചകളിലും ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലിക്ക് ഇല്ലെന്ന് പറഞ്ഞെടുത്ത് ഉണ്ടാക്കാൻ ശക്തിയുണ്ടെന്ന് Oh, വിശ്വസിക്കുക. every weekend when the Mass is being offered there, Yes. when something which is not there is able to Hallelujah. produce it there. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ On that day when Jesus was being, അപ്പം എടുത്തു, he took the bread. അപ്പം എടുത്തു He took the bread. എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവല്ല. No, he did not give it. ഹല്ലേലൂയ. അപ്പം എടുത്തു, He took the bread, വാഴ്ത്തി, blessed it, നുറുക്കി broke it, ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് and അരുളി gave it ചെയ്തു. to the disciples. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. This is my body is broken down for you. അപ്പം എടുത്തു, He took the bread. കൊടുത്തു അല്ല. No, he didn't give. അപ്പം എടുത്തു, He took the bread. വേണേ കൊടുക്കാം. He can give it. നോ, No. അവിടെയാണ് വരുന്നത്. അപ്പം എടുത്തു, He took the bread, നുറുക്കി. blessed it, and broke it. Come on. അപ്പം എടുത്തു, നുറുക്കി. He took the bread and broke it. ഇത് അന്ന് കനാന്യ സ്ത്രീ കണ്ടു. The Canaan lady saw it then. അവള് പറഞ്ഞു, She said, അപ്പം വേണ്ട, I don't want the bread. അപ്പം യഹൂദന്റെ കയ്യിൽ ഇരിക്കട്ടെ, Let it be with the Jews. നുറുക്ക് വരട്ടെ. I want the crumbs. ഞാൻ മേശയ്ക്ക് കീഴില്ല, I'm right under the ഇപ്പൊ table. മേശ പുറത്താ. If now the bread is on the table, ഓ, ഇന്ന് തലമുറയ്ക്ക് വേണ്ടി കരയുന്നവരെ for all those who are praying for your ഒരു generations, ഗുഡ് ന്യൂസ് പറയട്ടെ. let me tell you good news. അപ്പം നുറുക്കപ്പെട്ടു. Oh, the bread has been broken down. നുറുക്കപ്പെട്ട അപ്പത്തിന് ശക്തിയുണ്ട്. But there is power in the broken down bread. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ വിഷയം എത്ര ദൂരത്തിരുന്നോട്ടെ, Whatever may be the problem is how far ഒരമ്മയാ കർത്താവിന്റെ അടുക്ക വന്നേ. the mother came to Jesus. മകൾ വിദൂരതയില്ല, The daughter is so far. ആ തിരുവഴി ഓടി അവള് വന്നേ. She came right, crossing the borders. ഹല്ലേലൂയ. ഈ നാട്ടിൽ വന്ന കല്ലെറിയൂ. She, a Gentile, is not supposed to come to this land. ഇവിടെ വന്ന കല്ലെറിയൂ. They will stone her. ഏറ് കൊണ്ടാലും വേണ്ടിയല്ല, Even if I'm being എനിക്ക് told, അത്ഭുതം വേണം. I want the miracle. ഓടി വന്നു. She came running. ശിഷ്യന്മാര് പറഞ്ഞു, The disciples said, ഓ, അവള് നമ്മളെ ശല്യപ്പെടുത്തുക, she is troubling us. അവളെ ഒന്ന് സഹായിക്കണേ. Send away. കർത്താവ് പറഞ്ഞു, അപ്പം കൊടുക്കുകയല്ല. Jesus said, I will not give the bread. അവള് പറഞ്ഞു, അപ്പം വേണ്ട, She said, I don't want the bread. അപ്പം നുറുക്ക് മതി. I want the crumbs ഞാൻ of the bread. വിശ്വസിക്കുന്നു. I believe. നോക്ക്, അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും. അവൾ അക്സെപ്റ്റ് ചെയ്തു. യെസ്, She accepted that she is a dog. ഞങ്ങൾ ആ കാറ്റഗറിയിലുള്ളതാ. We are of the category. ഞങ്ങള് കനാന്യരെ അങ്ങനെ എല്ലാരും വിളിക്കുന്നത്. Because all the Jews call the Canaanites as dogs. ഇനി ആ വെളിപാട്, But right now the revelation starts. ഇനി ആ വെളിപാട് വരുന്നേ. That's the revelation there. യേശു അവളോട് പറഞ്ഞു, Jesus said to her, സ്ത്രീയെ, woman, നിന്റെ വിശ്വാസം വലുതാണ്. such is great is your faith. നിന്റെ വിശ്വാസം വലുതാണ്. Your faith is great. ഇല്ലെന്ന് പറഞ്ഞ കർത്താവിനെ, നിന്റെ മകൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞ, സൗഖ്യമില്ലെന്ന് പറഞ്ഞ കർത്താവിനെ Jesus said, I will not give the healing to you. തിരിച്ചു വിളിച്ച് Called him back. മകളുടെ സൗഖ്യം വരുത്തിയ വിശ്വാസം. Oh, she called back, received the healing. That's the faith. ആ വിശ്വാസം ഏതിലായിരിക്കുന്നറിയോ? Do you know where that faith lies? Listen very carefully. ആ വിശ്വാസം എവിടെ ഇരിക്കുന്നറിയാമോ? Where does that such a faith lies? അതാണ് ബ്രോക്കൺ ബ്രെഡിലുള്ള വിശ്വാസം. It is in the broken bread. Say it again. That faith which caused that healing to come to a daughter lies in the broken bread, not in that bread on the table. 2000 വർഷത്തെ സഭയുടെ ചരിത്രം നിങ്ങൾ പോയി നോക്കൂ. If you watch the history of the church for the 2000 years, ഏത് വലിയ സൗഖ്യദായക ശുശ്രൂഷയിലും രോഗശാന്തി ശുശ്രൂഷകരും
In all the വലിയ healings. വരപ്രാപ്തരും വലിയ ശക്തരായ മനുഷ്യരും കൈവച്ചും പ്രാർത്ഥിച്ചും നടക്കുന്നതിലും വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് കർത്താവിന്റെ തിരുശരീരവും കർത്താവിന്റെ തിരുരക്തവും വാഴ്ത്തി നുറുക്കി ജനത്തിന് കൊടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ അത്ഭുതം നടന്നിട്ടുള്ളത്. Most of the healings has occurred in the time in the early church when in the mass, when the bread was taken up and broken and given to the people, the healing start manifested there. Hallelujah. Hallelujah. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചിനെ പഠിക്കുകയായിരുന്നു. When I was reading the Orthodox Oriental Church history, ഞാൻ അതിൻ്റെ അകത്ത് ഈ ചുമ്മാ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കാണുകയായിരുന്നത് ഒരാൾ രോഗം വന്ന ഉടനെ പറയുന്നത് നമുക്ക് യൂക്കാരിസ്റ്റിലേക്ക് പോകാം. Hallelujah. When someone is sick, the immediate response is, let's go and have the Eucharist. നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പോകാം. Let's go and participate in the Holy Mass. ഇതാ ഈ കനാന്യ സ്ത്രീ, Look at that Canaanite lady. അവൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. There's no background for her. ആരും അവളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല. No one has told her such a thing. പക്ഷെ വലിയ വിശ്വാസം, But she had such great ആ faith. വലിയ വിശ്വാസം ഒന്നിൽ ബന്ധിതമാണ്. And that great faith was in one thing. നുറുക്കപ്പെടുന്ന അപ്പവും ഒഴിക്കപ്പെടുന്ന രക്തവും. Hallelujah. The broken bread and the blood was being shed. ഒന്നുകൂടെ പറ, നുറുക്കപ്പെടുന്ന That അപ്പവും. great faith is in one thing. The bread that's been broken down and the blood that's been shed on the Calvary. ഇപ്പോ തന്നെ Right now, receive ചെയ്തോ അത്. receive your miracle. That broken bread and the shattered blood. ആ നുറുക്കപ്പെട്ട ശരീരവും ഒഴിക്കപ്പെട്ട That രക്തത്തിനുമായി. blood is more than enough. ഓ രക്തം മതി സകല സൗഖ്യത്തിന് ആധാരം. Hallelujah. Hallelujah. Oh Jesus. Hallelujah. രാവിലെ വാട്സാപ്പില് ഒരു മെസ്സേജ് അയച്ചപ്പോ ഒരു കുഞ്ഞിന്റെ ശരീരം കണ്ടിട്ട് വാസ്തവത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കരയുകയായിരുന്നു. എക്സിമ വന്ന് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടിയിരിക്കുക. Today when I saw a photo on the WhatsApp, a young child was so much having eczema all over the body. I was crying when I saw that. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്നു, അവരുടെ ടൈം സോണിൽ ഇത് ഉറങ്ങേണ്ട സമയമാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് ഇന്നത്തെ ലൈവിൽ പങ്കെടുക്കണം, നിങ്ങളുടെ മകളുടെ സൗഖ്യം നടക്കുന്നു. I told her the time zone is different, but you listen to the message and the healing is going to take place right now there. എന്നെ ഇത്ര ഉറപ്പെന്നറിയാം. What is my surety in that? ഇതാ എന്റെ ഉറപ്പ്. That's the surety. ഹല്ലേലൂയ. യജമാനന്മാരുടെ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. Lord, even the dogs eat the crumbs that fallen from the master's table. യേശു പറഞ്ഞു, സ്ത്രീയെ, Jesus said, നിന്റെ വിശ്വാസം വലുതാണ്, lady, your faith is നീ such great. ആഗ്രഹിക്കുന്നത് നിനക്ക് ഭവിക്കട്ടെ. Whatever you wish will ആ happen to her. സമയം മുതൽ In that moment, അവളുടെ പുത്രിക്ക് സൗഖ്യമുണ്ടായി. her daughter got healed. Come on. Hallelujah. Come on. Hallelujah. 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 ആ സ്റ്റെപ്പ് ഒന്ന് കാണാം. Look at the steps there. മേശപ്പുറത്തിരുന്ന അപ്പം. The bread is on the table. ഈ സമയത്ത് അതാണ് Right now it's there. ആൾക്കൂട്ടത്തിന്റെ ആരവാരം. Oh, the people are multitudes are throwing. 5000 പേര് അപ്പം തിന്നതിന്റെ സന്തോഷം. 5,000 people are there who have been fed. ജനക്കൂട്ടം തള്ളി തിക്കി വരികയാണ് The കർത്താവിനെ. multitude is throwing to Jesus. So bread is on the table. But the bread is on the table. Hallelujah. Hallelujah. Everybody is praising. എല്ലാവരും ആരാധിക്കുന്നു, സ്തുതിക്കുന്നു അവനെ. എല്ലാരും praise ചെയ്യുക. Everyone is praising him. ജീസസ് അങ്ങ് പ്രവാചകനാണെന്ന് എല്ലാരും പ്രകീർത്തിക്കുക. Everyone is saying, Jesus, you are the prophet. കനാന്യ സ്ത്രീ പറയുന്നു, But one lady, Canaanite, she said, നുറുക്കപ്പെടും, oh, you are going to be broken down. നുറുക്കപ്പെടും. You are going to be broken down. Hallelujah. ഇപ്പോ സംഭവിച്ചിട്ടില്ല. Right now it has not happened. അത് സംഭവിക്കും. It is going to happen. അന്നേരം In that time, ഇത് നായ്ക്കളുടെ അടുക്കൽ വരും, it will come to the dogs. താഴെ വീഴും. It will fall down. Hallelujah. Fallen down. അതാ ഇത് താഴെ വീഴും. It will fall down. അവള് കണ്ടത് ഗത്സമനയിലേക്കുള്ള യേശുവിടെ യാത്രയാണ്. She saw the journey towards the Gethsemane. അവൾ കണ്ടത് കുരിശിന്റെ വഴിയാണ്. She saw the way of the cross. Hallelujah. യേശു ഇപ്പോ നിൽക്കുന്ന ഹോസന്നയിലാണ്. Jesus is right now standing there. അവള് പറയുന്നു, ഗത്സമനയിലേക്കുള്ള യാത്ര ഞാൻ But she is seeing the vision, that journey towards the Gethsemane. അവിടെ വീഴുന്നു, Just falling down there അവിടെ ഉണരുന്നു, and getting up. വീഴുന്നു, Falling there. എഴുന്നേൽക്കുന്നു, Getting up. വീഴുന്നു, Falling there. എഴുന്നേൽക്കുന്നു. Getting up. There my healing is. Hallelujah. That is my healing. അവിടാണ് എന്റെ സൗഖ്യം. എന്റെ സൗഖ്യം അവിടെ ഉണ്ട്. My healing is there. Come on, എന്റെ സൗഖ്യം അവിടെ ഉണ്ട്. Come on, my healing is there. അന്ന് കുരിശിൽ യേശു മരിച്ചിട്ടില്ല. At that time Jesus has not gone to the cross. അങ്ങ്
അങ്ങനെ ഉള്ളപ്പോ അത് വിശ്വസിച്ച് അത്ഭുതം നടന്നെങ്കിൽ, even at that time she could believe and receive that ഇന്ന് miracle. നമ്മളിത് കേൾക്കുമ്പോ, Right now when you listen to this message, യേശു കുരിശിൽ മരിച്ചു. oh, Jesus already went to the cross. Bread was broken. The bread has been broken. Is broken already. Oh, അപ്പം നുറുക്കപ്പെട്ടു. Then how much more your healing can be effective. എന്തുമാത്രം നിങ്ങളുടെ സൗഖ്യം നിങ്ങൾക്ക് വരാൻ സാധിക്കും. നുറുക്കപ്പെടുന്നതിന് മുമ്പ് നുറുക്കപ്പെടുമെന്ന് വിശ്വസിച്ചപ്പോ ഇത്രയും വലിയ അത്ഭുതം നടന്നെങ്കിൽ, നുറുക്കപ്പെട്ട ശേഷം അത് വിശ്വസിക്കുമ്പോ എത്ര വലിയ അത്ഭുതം നടക്കും. Even before the bread was being broken, when that lady believed it and received that miracle, how much more now when the bread has been broken, you can receive your miracle. Hallelujah. Hallelujah. Receive it in Jesus name. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. നുറുക്കപ്പെട്ട അപ്പത്തിന്റെ ശക്തിയെ സ്വീകരിക്കുക. Receive the power of the broken bread. നുറുക്കപ്പെട്ട അപ്പത്തിന്റെ ശക്തിയെ സ്വീകരിക്കുക. Receive the power of the broken bread. അവൾ ആ സ്റ്റെപ്പ് കാണുകയാണ്. Look at their steps there. യജമാനന്റെ കയ്യിൽ നിന്ന് താഴെ വീഴും. Oh, the bread that's fallen down from the master. ബ്രെഡിന്റെ ഓണേഴ്സ് ആയിട്ട് ഇപ്പൊ നടക്കുന്നത്, ബ്രെഡിന്റെ ഓണേഴ്സ് ആയിട്ട് ഇപ്പൊ നടക്കുന്ന ജ്യൂസ് ആണ്. The Jews are the owners of the bread right now. ഇവരുടെ കയ്യിൽ നിന്ന് താഴെ At വീഴും. a time it's going to be fallen down from there. ഇവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴും. It's going to be fallen down from the hand. ഇവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോൾ, And when it falls from their hand, hallelujah, ഇത് ഞങ്ങളുടെ കയ്യിൽ വീഴും. then it will come to us. ഇത് ഞങ്ങളുടെ കയ്യിൽ It വരും. will come to us. അതായിരുന്നു വിശ്വാസം. That was the faith. അന്ന് വന്നിട്ടില്ല. At that time it does not happen. എന്നാൽ ഇന്ന് But right now, He is the Lord of all. oh, അവൻ സകലത്തെയും കർത്താവാണ്. സർവ്വജനത്തിനുമുള്ള രക്ഷാകരമായ കൃപ ഉദിച്ചുവല്ലോ. Oh, hallelujah. The grace of God for the healing of many has appeared. Hallelujah. Hallelujah. The grace that appeared, which offers salvation for all humanity. സകല മാനവജാതിക്ക് വേണ്ടിയ രക്ഷയുടെ കൃപ ഉദിച്ചുവല്ലോ. Take it in Jesus' name. ആ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ സ്വീകരിക്കുക. Receive it in the name of Jesus. Hallelujah. എനിക്കറിയാം നാളുകളായിട്ട് പ്രാർത്ഥിച്ച മടുത്ത വിഷയങ്ങളുമായിട്ട് ഇരിക്കുന്നവരുണ്ട്. Oh, those who have been praying for us one particular subject for many years. മടുത്തു, തോറ്റു ബ്രദറെ ഞാൻ. No, wait a minute. കൈവിടേണ്ട സമയമായിട്ടില്ല. പോകേണ്ട സമയമായിട്ടില്ല. It's not that. Say that. കൈവിടേണ്ട സമയമായിട്ടില്ല. ആയിട്ടില്ല. Hallelujah. എന്നാ ഇതിലെ തന്നെ ഡോക്ടർ കാണുന്നേ. Hallelujah. Even a lady in the Old Testament, a Canaanite lady, if she could visualize the bread being broken down and gone post-cross and receive that miracle, how much more people who are God, with God living in us, can receive that miracle. ഞാൻ അത് തന്നെയാ ചിന്തിച്ചേ. കുരിശിലെ പീഡാസഹനം നടക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ ഒരു സാധാരണ വീട്ടമ്മ അതിനെ പുറകെ പോയിട്ട്, മുമ്പ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്റെ പുറകെ പോയി അത് വിശ്വസിച്ചപ്പോ അവളുടെ വീട്ടിൽ ദൂരത്തുള്ള വിഷയം, അങ്ങനെ പറയാൻ പറയുന്നു, ദൂരത്തിരിക്കുന്ന വിഷയത്തിനകത്ത് അത്ഭുതം നടന്നെങ്കിൽ എത്രയധികം കുരിശിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് മരിച്ച ശേഷം എത്രയധികം നമ്മുടെ സൗഖ്യം വന്നിരിക്കുന്നു. Hallelujah. How much more after the finished work of the Jesus on the cross, the healing has just come into us. If a lady of the Old Testament before the cross, pre-cross, if she could visualize, see the bread is being going to be broken down someday, and the bread on the table is going to be broken down, being fallen as crumbs, and she could receive the miracle. That time, post-cross, when the blood has been broken down, the blood has been shed for every one of us, how much more miracles can you receive right now? Whatever may be the situation, how far may be the situation from there, how much more can you receive the miracle? ഞാനിപ്പോ അപ്പത്തിന്റെ പുറകെ നടക്കുക. Right now running after the bread. ഇനി അപ്പ എന്റെ പുറകെ വരും. That the bread is coming after me. Hallelujah. നുറുക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് അപ്പം വീഴും. After it's been broken down, it's coming to me where I am. യജമാനന്റെ കയ്യിൽ നിന്ന്, യജമാനന്മാരുടെ കയ്യിൽ നിന്ന്, അതാ യഹൂദന്മാർ. From the master's hand. യഹൂദന്മാരെ, The Jews said. റോമൻസ് പറയുമ്പോ പൗലോസ് അതാ പറയുന്നേ, ന്യായപ്രമാണം ഞങ്ങളുടേത്, വാഗ്ദത്തം ഞങ്ങളുടേത്, പിതാക്കന്മാർ ഞങ്ങളുടേത്. We have the fathers, we have the commandments, we have the covenants, we are God's own people. ദൈവത്തിന്റെ സ്വന്തം ജനമായി ഞങ്ങൾ. അവരെ വിളിച്ചിരിക്കുന്നത് masters. They are calling them, we are masters. They are the masters. യജമാനന്മാർ. And we were the slaves. ഞങ്ങൾ അടിമകളാണ്. Now the bread is broken.
ഇപ്പോൾ അപ്പം നുറുക്കപ്പെട്ടു. When the bread is broken down, അപ്പം നുറുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ it is more powerful അത് കൂടുതൽ to reach you the place where you are. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ മതിയായത്. Hallelujah. ഞാൻ ശ്രദ്ധിക്കുന്നത്, മക്കളുടെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു, നായ്ക്കൾ ഭക്ഷിക്കുന്നു. The bread is fallen from the table and the dogs are receiving it. Hallelujah. Hallelujah. ഇത് just imagine that picture in your mind. അതൊന്ന് കാണുക. മക്കളുടെ കയ്യിൽ താഴെ വീഴുന്നു. From the sons it's being fallen down. ഇതാ സുവിശേഷത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. All throughout the gospel you see that. യജമാനന്മാർ അപ്പം കൊണ്ട് നടക്കുക. The masters are running along with the bread. യജമാനന്മാർ അപ്പം കൊണ്ട് നടക്കുക. They are running with the bread. യജമാനന്മാർ അപ്പം കൊണ്ട് നടക്കുക. The masters are running with the bread. യജമാനന്മാർ അപ്പം കൊണ്ട് നടക്കുക. They are running with the bread. എന്നാൽ but അവരുടെ കയ്യിൽ താഴെ വീഴുക. there's a time when it's going to be fallen down from the hand. ആക്സ് വരുമ്പോൾ നമ്മൾ അതാ കാണുന്നത്. Hallelujah. ആക്സ് വരുമ്പോൾ നമ്മൾ അതാ കാണുന്നത്. In the Acts of Apostles you see that. There is a centurion. Hallelujah. A centurion comes. ഒരു വിജാതീയം വരും. Acts chapter 10 in Acts chapter 10 and a Gentile comes. അവന്റെ കയ്യിലോട്ട് അപ്പം വീഴുക. See the bread is being fallen into his hand. അവന്റെ കയ്യിലോട്ട് അപ്പം വീഴുകയാണ്. There you see Cornelius. It's a Gentile. Yeah. But the bread is going to him. Initially you were following the bread. നമ്മൾ അതിന്റെ പുറകെ നടക്കുകയായിരുന്നു ആദ്യം. Now the bread is following you. ഇപ്പോ അപ്പം നമ്മുടെ പുറകെ. That's the difference. അതാണ് ആ വ്യത്യാസം. അവിടെയാ വ്യത്യാസം വരുന്നത്. That's the difference you see. Yeah, അവിടെയാ വ്യത്യാസം വരുന്നത്. Hallelujah. മുമ്പേ നീ പുറകെ നടക്കുകയായിരുന്നു. Before you were running after it. ഇപ്പോ നീ നിൽക്കുന്നിടത്തോട്ട് ഇത് വീഴുക. But it is right falling right the place where you are standing. That means പറഞ്ഞതിന്റെ അർത്ഥം, പറഞ്ഞല്ലോ, this is your right time. അല്ല, ഇതാണ് നിങ്ങളുടെ തക്ക സമയം. Receive it in Jesus. Receive it in the name of Jesus. Receive it in Jesus name. Receive it in the name of Jesus. Hallelujah. Hallelujah. ഇപ്പോൾ തന്നെ അത് സ്വീകരിക്കാൻ തുടങ്ങുക. Right now receive it. ഇപ്പോൾ തന്നെ സ്വീകരിക്കാൻ തുടങ്ങുക. Right now receive it. എവിടെ ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ. Wherever you are right now. ആരായിക്കോട്ടെ നിങ്ങൾ. Whoever may be. Receive your miracle. That bread is coming to you. The bread is അപ്പം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. Hallelujah. 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 Before asking, ഒരു ഡോക്ടറെ ചോദിക്കുന്നതിന് മുമ്പ് എപ്പോഴാണ് ഇനി എനിക്ക് ദിവ്യബലി പങ്കെടുക്കാൻ പറ്റുന്നത്? ഇതായിരിക്കണം ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്. Christian attitude has to be when I can have that Eucharist. എപ്പോ എനിക്ക് ആ ഡോക്ടർ ചെറിയെടുത്ത് എനിക്ക് എപ്പോ അപ്പോയിന്റ്മെന്റ് കിട്ടുമോ എന്നുള്ളതല്ല എന്റെ കൺസിഡറേഷൻ. It's not my consideration to when I can get appointment with the doctor. എപ്പോ എനിക്ക് ദിവ്യബലി പങ്കെടുക്കാം. When I can participate in the Holy Mass. അവിടെയാണ് എന്റെ അത്ഭുതം. Because the miracle lies there. Jesus. Hallelujah. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഈ ലൈവിൽ പങ്കെടുക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, for those who are watching us in this live, ജാതീയ സ്ത്രീയുടെ വിശ്വാസം. look at the faith of the Canaanite woman. അവൾ ഉടമ്പടിക്കകത്തുള്ളവളല്ല. She is not in the promise. അവളുടെ പൂർവികന്മാരാരും, none of our forefathers were in the covenants of promise. അങ്ങനെ ഒരു സ്ത്രീക്ക്, such a lady, അങ്ങനെ ഒരു സമയത്ത്, at that time, തന്റെ മകൾക്ക് വേണ്ടി അത്ഭുതത്തെ സ്വീകരിക്കാൻ കഴിയും. She could receive a miracle at that time. How much more? How much more? എത്ര അധികം വലിയ അത്ഭുതത്തെ നമുക്ക് ഇന്ന് സ്വീകരിക്കാം. How much more miracles can we all receive right now? കരമുയർത്താം നമുക്ക്. Lift up your hands. ഉച്ച സ്വരത്തിൽ സ്തുതിക്കാം നമുക്ക്. Let us rejoice. സർവശക്തനായ ദൈവമേ, oh Lord, ഇന്ന്, right now, ഇന്ന്, today, നുറുക്കപ്പെട്ട അപ്പത്തിന്റെ അടുക്കലേക്ക്, oh we are coming running towards the broken down bread. Hallelujah. നുറുക്കപ്പെട്ട അപ്പത്തിന്റെ അടുക്കലേക്ക് we are running towards the broken bread. നമുക്ക് ഓടിച്ചെല്ലാം. Let's all run towards the broken bread. ഓടിച്ചെല്ലാം. Let's all run to the broken bread. It's for me. Hallelujah. That's for me. അത് എനിക്ക് വേണ്ടിയാണ്. That's for me. അത് എനിക്ക് വേണ്ടിയാണ്. അത് എനിക്ക് വേണ്ടിയാ. It's right for me. It's been broken down for me. That's for me. എനിക്ക് വേണ്ടിയാണ് അത് നുറുക്കപ്പെട്ടത്. That's for me. Hallelujah. Oh, that's for me. It's for me. I believe that's for me. I believe it's for me. അത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that's for me. എഴുതിക്കെ കമന്റ് ബോക്സിൽ എഴുതിക്കെ. I believe that's for me. അത് എനിക്ക് വേണ്ടിയാണ് ഞാൻ അത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe it's for me. Oh, അതെന്റെ കുഞ്ഞിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe it's for my child. അതെന്റെ വസ്തു വിഷയത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It's for my line problem. I believe it. Oh, അതെന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It's for my family life. I believe it. Glory, glory, glory. കുഞ്ഞാടേ ആത്മനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥനെ ആരാധിക്കുന്നു, 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 ആത്മനാഥനെ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനായകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു. Hallelujah. Hallelujah. For all those who are watching us, ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്നവര്, right, maybe you're right in the situation, നിങ്ങൾ ഇതേ സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇപ്പൊ what പോകുന്നത്. maybe you're going through, എന്തോ ആയിക്കോട്ടെ നിങ്ങൾ you may കടന്നു be പോകുന്നത്. saying, Lord, why this is happening to me? എന്താ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. Where is my miracle? എന്റെ അത്ഭുതം എവിടെ? But let us say to you, എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, be persistent in it, just like this woman. ഇവിടെ ഈ സ്ത്രീ ചെയ്തതുപോലെ നിർബന്ധിതമായി പിന്തുടർന്ന് സ്വീകരിക്കുക. It's not that God wants you to come running after him and cry to him. ഇത് കർത്താവ് നമ്മൾ പുറകെ നടന്ന് കരയണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. No, sometimes some of our prayers are just like that. ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്, കർത്താവിനെ അസഹ്യപ്പെടുത്തുന്ന പോലെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന. No, your prayer may not be to the extent that he wants, because he is the one who gives you what you beyond what you ask and think. നാം അറിയണം, നാം വിളിക്കുന്ന ഈ സർവശക്തനായ ദൈവം നാം പറയും മുമ്പേ നമ്മുടെ വിഷയങ്ങൾ അറിയുകയും നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള സകലതും ഒരുക്കി വെച്ചുകയും ചെയ്ത ദൈവത്തെയാണ് So നാം he said, വിളിക്കുന്നത്. ask. എന്നാലും ആ ദൈവം പറയുന്നതിനോട് ചോദിപ്പീൻ, Keep on asking. തുടർമാനമായി ചോദിപ്പീൻ, Knock. മുട്ടുവീൻ, Keep on knocking. തുടർമാനമായി മുട്ടുവീൻ. And keep ask, knock. It will be opened, he said. കർത്താവ് പറയുന്നു, ചോദിപ്പീൻ, മുട്ടുവീൻ, യാചിപ്പീൻ, അത് തുറക്കപ്പെടും. Why he said ask, knock and seek? എന്തുകൊണ്ടാ കർത്താവ് പറഞ്ഞത് ചോദിക്കണം, Because മുട്ടണം, അന്വേഷിക്കണം? he wants to give beyond and above that you can think and ask for. ചിന്തിക്കുന്നതിലും ഊഹിക്കുന്നതിലും അപ്പുറത്ത് ദൈവത്തിന് ചെയ്യാനും ചെയ്ത് തരാനും കഴിയും. And it's the right time he comes there. ആ കൃത്യ സമയത്ത് അവിടുന്ന് He വരികയാണ്. is never late or never earlier. ഒരു കാരണവശാലും താമസിച്ചും നേരത്തെയും കർത്താവ് വരുന്നില്ല. Sometimes you have lost your job during this corona pandemic. ഈ കൊറോണയോട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കാം. You may ask, Lord, why? എന്തുകൊണ്ടാ കർത്താവെ ചോദിക്കുന്നുണ്ടാകാം. Don't ask that question, ഇപ്പൊ ചോദ്യം ഒന്നും വേണ്ട, but look at the cross there, the blood has been കുരിശിലേക്ക് broken, നോക്കുക. and it is right falling towards you. കുരിശിൽ നുറുക്കപ്പെട്ട അപ്പത്തെ കാണുക, അത് നമ്മുടെ അടുക്കലേക്ക് താഴേക്ക് Your വീണിരിക്കുക. miracle lies in that thing. അവിടെയാണ് നമ്മുടെ അത്ഭുതം ഇരിക്കുന്നത്. It's never late. താമസിക്കുന്നില്ല, It's never earlier also. നേരത്തെ വരുന്നില്ല, The right time it comes. കൃത്യ സമയത്ത്. Because we are his children. അവിടുന്ന് നമ്മളുടെ അവിടുത്തെ മക്കളാണ് നമ്മൾ. We are blood-born children. നാം രക്തബന്ധമുള്ള ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. Because we are his blood of God. Born from the blood of Same God. thing, ഡോക്ടറെ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവമേ അങ്ങേ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ അല്ല അസഹ്യപ്പെടുത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? I was thinking the same. അതായത് എന്റെ ഈ വിഷയം പറഞ്ഞു, ഇപ്പൊ ഈ സ്ത്രീയുടെ കാര്യം തന്നെ വായിക്കുകയാണെങ്കിൽ അവൾ കർത്താവിന്റെ പുറകെ നടന്ന് കർത്താവിനെ അസഹ്യപ്പെടുത്തുവാൻ. Look at the Canaanite lady. She was running after it. Disciples said, send her away. But she was persisting. Why? Persisting is not in the situation, but persisting in the love of God. There are miracles. അവിടെ നമ്മൾ മനസ്സിലാക്കണം. There are miracles. ചില സമയത്ത് നമുക്ക് നോക്കി അറിയാം, കടൽക്കരയിലൂടെ പോവുക യേശു. അവിടെ ഒരാളെ കണ്ടു ചോദിക്കും, നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ? Certain times when Jesus walking to the Galilee towards the seashore and said, do you want to get healed? കണ്ടില്ലേ, കർത്താവ് നടന്ന് ചോദിക്കുക, നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ? Do you want to get healed? അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് മനസ്സുണ്ട്. He said, I want. അവന്റെ വിശ്വാസം ഒന്നും ചോദിക്കുന്നില്ല. God doesn't ask his faith. What is his faith? അവനെ സുഖപ്പെടുത്തുന്നു, Healed him. എന്നാൽ ചില സ്ഥലത്ത് But in certain times,
അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് Because they didn't have any faith, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറയും. he said, I cannot do anything. എന്നാൽ ചില സമയത്ത് But in certain times, നമ്മുടെ വിശ്വാസം കർത്താവിനെ പിടിച്ചു നിർത്തുന്നു. oh wow, faith holds him back there. ആ സിറ്റുവേഷൻ ആയത്. That is such a situation here. നിങ്ങൾ വിശ്വാസ ബലഹീനരാണോ? You may be weak in your faith, അവിടെ കർത്താവ് ഹെൽപ്ഫുൾ ആണ്. but in your weakness, he becomes your help. എന്നാൽ നിങ്ങൾ വിശ്വാസ ശക്തരാണോ? When you are strong in your faith, അവിടെ കൂടുതൽ ഫേവർ അനുഭവിക്കാൻ കഴിയും. more favor you will receive there. Hallelujah. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു. Even Paul at this same problem. Exactly. He had an infirmity in his body. പൗലോസ് ശ്ലീഹ പറയുമ്പോൾ ഇത് തന്നെ പറയുന്നു, തന്റെ ശരീരത്തില് തന്റെ ഒരു ബലഹീനതയുണ്ട് എന്ന്. 3 times he went before and pleaded the Lord. കർത്താവിന് മുമ്പേ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. Lord said, my grace is sufficient. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. Because in your weakness, my grace becomes your strength. നിന്റെ ബലഹീനതയിൽ എന്റെ കൃപ നിറഞ്ഞു വരുന്നു എങ്കിൽ നിന്റെ ബലഹീനത ഇനി ബലഹീനതയല്ല. Hallelujah. Then your weakness is not your weakness, because his strength becomes your strength. Hallelujah. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഡോക്ടറെ, Yes. whether you're weak in faith, he is there to help you. Hallelujah. നിങ്ങൾ വിശ്വാസത്തിൽ ബലഹീനനായെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ അവിടെ ഉണ്ട്. പക്ഷേ കർത്താവ് വിശ്വാസം പ്രതീക്ഷിക്കുന്നു. But he needs faith. വിശ്വാസം പ്രതീക്ഷിക്കുന്നു. ബലഹീനാണോ അവിടെ കർത്താവ് സഹായിക്കും. If you are weak, he helps you. ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. കേട്ടവനിൽ നിന്ന് വിശ്വാസം പ്രതീക്ഷിക്കുന്നു. കേട്ടവനിൽ നിന്ന് കുറച്ച് കേട്ടിട്ടുണ്ടോ നിന്നെ വിശ്വാസം പ്രതീക്ഷിക്കുന്നു. If you have heard something, he expects faith in you. ഒന്നും കേട്ടിട്ടില്ലേ? If you have not heard anything, still ഒന്നും കേട്ടിട്ടില്ല, you have not heard anything, വിശ്വാസം ഒന്നും വരുന്നില്ല. there's no faith there. അവിടെ faith of Jesus work out Oh, ചെയ്യുന്നു. the faith of Jesus works in that situation. Hallelujah. Hallelujah. കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? വിശ്വാസം എക്സ്പെക്ട് ചെയ്യുന്നു. If you have heard something, he expects faith. അപ്പൊ ഒന്നും കേട്ടിട്ടില്ല, If you have not heard anything, പക്ഷെ വിശ്വാസം വലുത്. but faith is great. അപ്പൊ എങ്ങനെ സൗഖ്യമാക്കാതിരിക്കും? How can he not heal you? സിറ്റുവേഷൻ മനസ്സിലായി. ഒന്നുകൂടെ പറയാം. ലിസൺ വെരി കെയർഫുള്ളി. ഒന്നുകൂടെ പറയാം. ഒന്ന്, കേട്ടു, എനിക്ക് വിശ്വാസമുണ്ട്. First is he heard, I have faith. 2, കേട്ടില്ല, Second one, he has not heard it, എനിക്ക് വിശ്വാസവും ഇല്ല. I don't have faith. 3, Third, കേട്ടില്ല, I've not heard it, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. but I have faith. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ഫെയ്ത്ത്. That's the outstanding. അതാ ഇവിടെ കാണുന്നത്. That's what you see in the Canaanite woman. ഇപ്പൊ നമ്മൾ കേൾക്കുന്നു, Now right now we are hearing this. നമുക്ക് വിശ്വാസമുണ്ട്. Faith is coming. നമ്മൾ തന്നെ പല ഇന്റീരിയർ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി, When we go into the interior place, when we preach the message, അൺറീച്ച്ഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ പോയി, especially unreached areas, ഞങ്ങള് ബർഹാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 200 കിലോമീറ്റർ ഉള്ളിൽ ഒറീസയിലെ ഒരു സ്ഥലത്ത് പോയി. deep interior parts. ഇന്റീരിയർ നമ്മള് ആന്ധ്രയുടെയും ഒറീസയുടെയും ബോർഡർ കാങ്കസ് നഗർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അകത്തോട്ട് പോകണം. Between Andhra and Orissa, we went to the interior places. ഒരു 300 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് പോയി. About 300 kilometers interior. അവിടെ ഒരു വില്ലേജിൽ മീറ്റിംഗ് നടക്കുക. In the village there was a meeting there. അവിടെ ആരുടെയും ബൈബിൾ ഇല്ല. They don't have any Bible. ആരും ബൈബിൾ വായിച്ചിട്ടില്ല. They have not read it. അവരാരും ക്രൈസ്തവരല്ല. They are not Christians. Oh my God. ജീവിതത്തിൽ ജന്മന സംസാരിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു. Oh, the deaf and dumb, right from the birthhood that we saw them speaking. കേൾവിയില്ല, സംസാരിച്ചിട്ടില്ല. From birth. Right from birth, the deaf and dumb. അയാൾ ആ മീറ്റിംഗ് വന്ന് സൗഖ്യമായി. We saw him being healed there. വിശ്വാസമൊന്നുമില്ല. There's no faith. They have not heard it. കേൾവിയല്ല വിശ്വാസം വരുന്നത്, കേട്ടിട്ടില്ല. They have not heard it, so no faith. So കേൾക്കുന്നവർ സൂക്ഷിച്ചോ, വിശ്വാസം. Those who have heard it, they expect faith. When you are hearing something, God is expecting faith from your side. Hallelujah. അതുകൊണ്ട് സോറിലും സീതോനിലും അതിര് കടന്ന് കർത്താവിന്റെ നാട്ടിൽ പോയി ഒത്തിരി പ്രസംഗിച്ചു. പക്ഷെ അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കർത്താവ് ഒന്നും ചെയ്തില്ല. Because there was not much of faith, much could not be done there in Nazareth. നസ്രത്തിൽ പോയി രാവിലെ തൊട്ട് രാത്രി വരെ പ്രസംഗിച്ചു. And expecting faith. വിതയാണ്, sowing ആണ്. There should be a reaping. അല്ലേ? He went to Nazareth and spoke the message of the whole day and night. But he sowed and he ഒരു വിശ്വാസം വന്നില്ല. There's no faith there. എന്നാ കടൽക്കര പ്രസംഗമൊന്നുമില്ല. But in the seashore there's no much of talking there, speaking. അവിടെ എക്സ്പെക്ടേഷനും ഇല്ല. But there's not much expectation. കർത്താവ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. He's not expecting. അങ്ങോട്ട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? You want to get healed? ഞാൻ നിന്നെ സൗഖ്യമാക്കാം. I'm going to heal you. ഹല്ലേലൂയ. Hallelujah. എന്റെ അടുത്ത് കഴിഞ്ഞിടയ്ക്ക് ഒരാൾ വന്ന് ചോദിച്ചു, കർത്താവേ, ബ്രദറെ, നിങ്ങൾ ഈ മലബാറിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ
എന്തുമാത്രം സൗഖ്യങ്ങളാണ് നടക്കുന്നത്. One brother came and asked me, when you go to the Malabar areas, how much of miracles are happening there? കാസർഗോഡ്, Especially Kasaragod. കോഴിക്കോട് ഒക്കെ പോകുമ്പോ എന്തുമാത്രം സൗഖ്യങ്ങളാണ് നടക്കുന്നത്. We see a lot of miracles happening there. ഇതെന്നാന്ന് Why the reason? ഇതെന്നാന്ന് കോട്ടയത്ത് നടക്കാത്ത, Why it's not happening in Kottayam? ഇതെന്നാന്ന് ചങ്ങനാശ്ശേരി Why ഇങ്ങനെ it's not കാണാത്ത? happening in Chakanasheri? ആ ഭാവത്തൊക്കെ ഒന്നും അറിയത്തില്ല. They don't know anything. They have not heard it also. അവർക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് പോലും ഇല്ല. They don't have any Bible, especially New Testament. നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, But we have all this, അവിടെ വിശ്വസിക്കാനും പാടാ. but it's difficult to believe. അവിടെ ഫെയ്ത്ത് കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്നു. And God is expecting faith in that situation. ഒന്നും കേട്ടിട്ടില്ലേ, They have not heard anything. ഒരു വിശ്വാസം വേണ്ട, No faith, കർത്താവ് സൗഖ്യപ്പെടും. but healing is there. ഇനി ഒന്നും കേട്ടിട്ടുമില്ല, You've not heard anything also. എന്ന വിശ്വാസവും കൂടെ വന്നാ But if your faith also അത് comes, കർത്താവിനെ പിടിച്ചു നിർത്തും. that will stop Jesus. കർത്താവിനെ പുറകോട്ട് പിടിച്ചു That നിർത്തും. will push. അതാ ഇവിടെ കണ്ടേ. That's what happened here. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. Oh, the woman, how great is your faith? നിന്റെ വിശ്വാസം വലുതാണ്. Your faith is so great. Hallelujah. ഇത് ഏതാ വിശ്വാസം? കേട്ടിട്ട് നടക്കുന്ന അത്ഭുതമാണ്. ഇയാളുടെ പേരെന്നെ സിബിൻ. സിബിൻ ഏത് വിശ്വാസമുള്ള? What is your faith, Shibin? കേൾക്കുമ്പോ വരുന്ന വിശ്വാസമാണോ ഉള്ളേ? കേട്ടിട്ടാണോ? വചനം കേൾക്കുമ്പോ ഉള്ള വിശ്വാസമാണോ ഉള്ളേ? Yes. അത് ഒന്നും കേൾക്കാതെ വരുന്ന വിശ്വാസം ഉണ്ടോ? ആമേൻ. ഇന്ന് ഈ അത്ഭുതം സ്വീകരിച്ചോ? Receive the miracle today. വചനം നമുക്ക് പറയുന്നു. The word says, ഡോക്ടർ ഇന്ന് ഒത്തിരി ടെസ്റ്റിമണീസ് പറഞ്ഞു. yes. നമുക്ക് കുറച്ച് പേര് ലൈവിൽ അറ്റൻഡ് ചെയ്തോണ്ട് പ്രാർത്ഥിക്കാം. ദൈവ കുഞ്ഞാടേ, ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ. യൂട്യൂബില് 600 people watching us through YouTube. കുറച്ച് prayer requests. There are a lot of prayer requests. One is Jyoti Savior, pray for Jerry's children. Jerry's Yeah. children. Yeah. Okay. Jyoti Savior. Jyoti Savior. Okay. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് ഉണ്ട്. Rosalie Anthony. പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വെച്ച് നിയോഗങ്ങളുടെ പൂർത്തീകരണം അമ്മയുടെ മധ്യസ്ഥ ഈശോയിൽ നിന്നും ഏഞ്ചൽ മോൾക്ക് വേണ്ടി വാങ്ങിത്തരുവാൻ കൃപയുണ്ടാകും. ഏഞ്ചൽ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Rosalie is asking for the prayer for Angel Mol. പ്രതീക്ഷ പി, അച്ചു ജോർജ്, അന്ന ജെഫ്, Mini Paulos, Matthews ഈ Karia. പേര് പറയുമ്പോൾ തന്നെ അത്ഭുതം നടക്കും. When we read the names, the miracle is happening. നമ്മുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പേര് വായിക്കുമ്പോൾ തന്നെ അവരുടെ The Holy ജീവിതത്തിൽ Spirit is telling നടക്കും. the moment we read their names, the healing is occurring there. My mobile, please. Let me read few Facebook viewers also. Yeah, you read the names. Okay. I will pray. Warki baby, Yeah. Suja Anthony, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. സുജയുടെ കുടുംബത്തിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. മിനി വർഗീസിന്റെ കുടുംബത്തിലേക്ക് കർത്താവിന്റെ മിഥുൻ റോയ്, ഷേർലി ജോസഫ്, യേശുവിൻ നാമത്തിൽ. ബിനിമോൾ ആന്റണി, Yes. വിനോജ പ്രസാദ്, സുജ ആന്റണി, Hallelujah. പുഷ്പലത, ജോൺസൺ ജോസഫ് വീട് പണിയുന്നതിന് വേണ്ടി. ജോൺസൺ ജോസഫ്, അനുബിനു ക്യാൻസർ. 250 പേര് ഫേസ്ബുക്ക് ലൈവില്. ഇന്ദു ലിജു, എൽദോസ് വർഗീസ്, ഫ്ലോറി ടൈറ്റസ്, സണ്ണി പി കെ, റെജി മാത്യു, ജോളി ചാക്കോ, ജിഷ അജി, സിന്ധു അക്കു, ഫ്ലോറി ടൈറ്റസ്, മിനി ബാബു, സിന്ധു മാത്യു, സന്ധ്യ മാത്യു. പ്രത്യേകിച്ച് പ്രാർത്ഥന ചോദിച്ചിരിക്കുക പുതിയ ജോലിക്ക് വേണ്ടി. റൂബി മാത്യു ഐസിയുലായിരിക്കുന്നു, പ്രാർത്ഥന റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ. സന്തോഷ് പി കെ പറയുന്നു വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഭാര്യ 6 മാസം ഗർഭിണിയാണ്, പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുക. പോളിൻ ബേബി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഈ നമ്മുടെ ഫേസ്ബുക്ക് ലൈവിൽ ഇപ്പൊ പങ്കുചേരുന്ന സുധാ കുറുപ്പ്, അവരെ സുധാ കുറുപ്പിനൊക്കെ അത്ഭുതം നടക്കാൻ എന്ത് എളുപ്പമാണെന്നറിയാം.
സജിത് ജോസഫിന് അത്ഭുതം നടക്കുന്നതിന് മുമ്പ് സുധാകുറുപ്പിന് അത്ഭുതം നടക്കും. Sudha Group can get healing much faster than before Sajid receiving the healing. കാരണം സുധാകുറുപ്പ് ഒത്തിരി കേട്ടിട്ടില്ല. She has not heard much. ഒത്തിരി കേൾക്കാത്തതുകൊണ്ട് ഒത്തിരി മുൻവിധിയൊന്നുമില്ല. Because she has not heard much, there's nothing. പ്രിജുഡീസ് ഒന്നുമില്ല. There's no prejudice inside. കൊല്ലപ്പെട്ടവരെ റേച്ചൽ മാത്യു, ആൽബർട്ട് ക്രിസ്റ്റഫർ സാറ്, പ്രൊഫസർ മധുരയിൽ നിന്ന് ലൈവിൽ ജോയിൻ, എലിസബത്ത് സണ്ണി, ബെലിൻഡ മറിയ, രഞ്ജിത്ത്, സാജൻ പടിക്കൽ, പ്രതീക്ഷ ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു സൈഡ് പാരലൈസ്ഡ് ആണ്. രജിത്ത്, യെസ്, സജി വെള്ളനാട്, എന്റെ കുടുംബത്തിനും വേണ്ടിയും വീട് പണിയാൻ വേണ്ടിയും പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുക. താങ്ക് യു ലോർഡ് ജീസസ്. മകളുടെ വിവാഹത്തിനാണ് വിനോജ പ്രസാദ്. വിനോജയ്ക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, ഇന്ന് ഈ ലൈവിൽ പങ്കെടുത്ത മക്കള്, ഇത് പങ്കെടുക്കാൻ പോകുന്ന ഡിഫറെന്റ് ടൈം സോണിലുള്ള മക്കള് എല്ലാരെയും ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ഈ വചനം ഇന്ന് എല്ലാ വീടുകളിലേക്കും അയക്കുന്നു. നിന്റെ വിശ്വാസം വലുത്, നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഭവിക്കട്ടെ. Your faith is such great, let it happen to you according to your നീ wish. ആഗ്രഹിക്കുന്നത് നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. According to your wish. അത് നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. Let it happen according to your wish. യേശുവിൻ നാമത്തില്, In the name of Jesus. ഇപ്പോൾ തന്നെ Right now, let it ഏലിയാസ് ക്യാൻസർ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. Elias is asking for prayer for cancer. സൂയിസൈഡ് ടെൻഡൻസി ഉള്ള വിപിൻ ദാസ് പ്രാർത്ഥന Vipin അപേക്ഷിച്ചിരിക്കുന്നു. Das is asking for prayer for suicide മിനി tendencies. ബാബു പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. ഫാദർ ആൻഡ് മദർ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. 10 മാസം പ്രായമുള്ള കുഞ്ഞ് ബ്ലൈൻഡ് ആണ്. A 10-month-old child is blind, born. യുകെയിലായിരിക്കുന്ന സ്മിതയ്ക്ക് സുഖപ്രസവത്തിനായിട്ട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. Smita asking for prayer for safe എന്റെ delivery. കടങ്ങൾ വിട്ട് കിട്ടുന്നതിനായി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. വർഗീസ്, ലത രാജ്കുമാർ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. Pray for my son Sunil and Sujit and my husband's business. സുനിലിനും സുജിത്തിനും വേണ്ടി പ്രാർത്ഥന. അവരുടെ ബിസിനസ്സിലേക്ക് ഒരു ബ്ലെസ്സിംഗ് കൊടുത്തേ. Oh, let a blessing go. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളുടെ ബിസിനസ് ഒരു അനുഗ്രഹമായി തീരട്ടെ. Let your business be blessed. Hallelujah. ഞാൻ ഒരു പ്രാക്ടിക്കൽ ഒരു പ്രേയറോട് പറയട്ടെ, ഒരു കാര്യം. കാരണം കഴിഞ്ഞ ആഴ്ച ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കി, ഭയങ്കരമായിട്ട് എൻ്റെ സ്പിരിച്വൽ ലൈഫ് എഡിഫൈഡ് ആയി. അത് നമുക്കൊന്ന് പറയാം. ഓക്കെ, whenever നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഒരു മിറക്കിൾ നടന്ന് കാണാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, Whenever you expect a miracle in your prayer request, try to pray in the name of Father, Son and Holy Spirit. തൃത്വത്തിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശീലിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും Pray in the name of the Father, Son and the Holy Spirit. You will overcome all the hurdles on your way. ഏത് തടസ്സങ്ങളെ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. ഒരു ഹഡിൽസ് നമ്മുടെ മുമ്പിൽ വരുവാണ്. Suppose you are having a hurdle right before you. Use the power of Trinity. ആ തൃത്വത്തിന്റെ ശക്തി നിങ്ങൾ ഉപയോഗിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. In the name of the Father, Son and the Holy Spirit. കുറച്ചുകൂടെ നിങ്ങൾ പക്വതയുള്ളവരാണെങ്കിൽ When you become so mature a little bit more, ഈ 3 കാര്യം എടുക്കുക. പിതാവിന്റെ സ്നേഹം, take the love of the Father, പുത്രന്റെ കൃപ, the grace of the Lord Jesus, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. and the The most powerful practical prayer. ഏറ്റവും ശക്തമായ പ്രാർത്ഥന, ഏറ്റവും ശക്തമായ പ്രായോഗികമായ അത്ഭുതം കൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ശൈലിയ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ തന്നെ love of the Father, grace of Jesus Christ and the communion of the Holy Spirit be in us. ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ മൂന്നിനും അതിനകത്ത് വരുമ്പോൾ നിങ്ങളുടെ അത്ഭുതം തന്നെ അവിടെ നടക്കും. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളില് ബിസിനസ് ഒരുപാട് തളർന്നു പോയിട്ട് ബിസിനസ്സിൽ വലിയ പ്രശ്നം വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നവരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങളായിരിക്കുന്ന സിറ്റിയില് when you enter into your shop, ഇത് നേരിട്ട് പറയാൻ പറ്റാത്തവരോടാണ് ഇപ്പം speaking to some of them who could not attend it right now. കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് വീഴ്ച കാണുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. For all those who have been seeing fall in their business, നിങ്ങൾ ഇത് പ്രാക്ടിക്കൽ ആക്കി നോക്കുക. Make it practical. Pray such a way. സ്ഥാപനത്തിൽ കേറുമ്പോൾ When you enter into that business, the name of Father, Son and Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവിന്റെ സ്നേഹം, the love of the Father, പുത്രന്റെ കൃപ, the grace of Lord Jesus, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, Holy Spirit.
ആരാ പറയുന്നു ബ്രദറെ എന്റെ വീട്ടിലോട് വരുമ്പോ തന്നെ വീടിനകത്ത് കലഹമാണ്. When someone says, when I enter my house, there is confusion there. അപ്പടി പ്രശ്നങ്ങളാ. There are a lot of problems there, I issues. encourage you to do the same. അതോ ഈ തൃത്വത്തിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. Before you enter into the house, pray in the name of the Father, Son and the Holy Spirit. This is practical. പ്രായോഗികമാണ്. This is practical. പ്രായോഗികമായ പ്രാർത്ഥന. പിതാവിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. The love of the Father be. പുത്രന്റെ കൃപ കൊണ്ട് The നിറയട്ടെ. grace of the Lord Jesus. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. The communion and the fellowship of the Holy Spirit be upon you. സിറ്റുവേഷൻ മുഴുവൻ നിറയുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. The situation be filled with these three things. Hallelujah. 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 തടസ്സങ്ങൾ മാറി മറിയും. All the obstacles will be changed. എൽസമ ജോബ്, ജോയ് മാത്യു, ബിനോയ് ഫിലിപ്പ്, Binoy Philip, Elsaba, ലിജോ ജോർജ്, Shirley ജോയ് Joseph, മാത്യു. Lissy Varghese. കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യം വിപിൻ ദാസ് എന്ന് പറഞ്ഞ് നമ്മള് ഓർമ്മയുണ്ടാവും. വിപിൻ ദാസ് എന്ന് പറഞ്ഞ് പേര് വിളിച്ചേ ഉള്ളൂ. ലാസ്റ്റ് വീക്കില് വിപിൻ ദാസിന്റെ ആ ടെസ്റ്റിമണി അയച്ചു തന്നായിരുന്നല്ലോ. ആ വിപിൻ ദാസിന്റെ ടെസ്റ്റിമണി ഇതായിരുന്നു. ഇങ്ങനെ പേര് വിളിച്ചേ ഉള്ളൂ, വിപിൻ ദാസിന്റെ വിഷയം പോലും പറഞ്ഞില്ല. Last week we called the prayer request for the only we called the name. ചെവിയുടെ പുറകിൽ നിന്ന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയി. Something just വിപിൻ ദാസ് പറയായിരുന്നു 9 വർഷമായിട്ട് അതുകൊണ്ട് ഭാരപ്പെടുക. For 30 years he is having the problem behind the neck. It's 9 years. Last 9 years he was suffering with the same. 9 വർഷമായിട്ട് ആ ബുദ്ധിമുട്ടിലായിട്ട് സഹിക്കുകയായിരുന്നു. ഇപ്പോ തന്നെ പേര് വിളിക്കുമ്പോൾ തന്നെ അവിടെ പ്രസന്ന നായർ. Right now when we call these names you can expect your miracles, right? പ്രസന്ന നായർക്കൊക്കെ ഇപ്പോൾ അത്ഭുതത്തെ സ്വീകരിക്കാം. Prasanna Nair, receive your miracle right now. മേരി ബിജു, Mary Biju, ഫെയ്ത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. she's expecting faith. Hallelujah. Mansa Claire John, high blood pressure control. സിനി ബിജു, ജോസി മാത്യു, Sebastian praying for his visa. ജേക്കബ് സെബാസ്റ്റ്യൻ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുക. അഗ്രി പ്രൊഡക്ട്സിന് നല്ല വില കിട്ടാൻ വേണ്ടി ജേക്കബ് കൃഷിക്കാരനാണ്. He's a farmer. He's asking for prayer for his to get good price for his produce. John Paul, Midun Tom is watching. Thank you all. ഇന്ന് നമ്മൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി We are going to pray in one mind and one accord. പ്രത്യേകിച്ച് ഈ ആഴ്ച നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിക്കുന്ന എല്ലാവരിലേക്കും വിശേഷമാണ് ദൈവകൃപ വർഷിക്കപ്പെടുന്ന മാസമാണ് ഈ മാസം. നമുക്ക് അത് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഏക ആത്മാവിൽ പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തിലോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ പ്രസാദിപ്പിച്ച സകലരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ അവരോട് പ്രാർത്ഥിക്കുകയല്ല. We are not praying to them, we are joining them in their prayer. They are also joining us in the prayers. നമ്മുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ സമ്മേളിക്കുന്നു. സാക്ഷികൾ, cloud of witnesses is around us. ഇത്ര വലിയൊരു സാക്ഷി സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഒരുമിച്ച് നിൽക്കുന്നത് എത്ര ബലമാണ്. It's not that we are standing alone, we are standing with a cloud of witnesses. ഇപ്പോ നമുക്ക് ഏക ആത്മാവ് കർത്താവായ ക്രിസ്തുവേ, Hallelujah. ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ സന്ദേശം കേൾക്കാൻ പോവാം. കനാന്യ സ്ത്രീയുടെ കർത്താവിനെ പിടിച്ചു നിർത്തിയ വിശ്വാസം. Oh, the faith of the Canaanite woman which stopped. That faith. ആ വിശ്വാസം ഇപ്പോ ഒന്ന് വ്യാപിക്കട്ടെ. Let it spread along. ഈ സൗഖ്യദായക പ്രാർത്ഥനയുടെ സമയത്ത് രോഗമുള്ള ഇടത്തേക്ക് കൈകൾ അമർത്തി വെച്ച് Hallelujah. പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സ്പർശിക്കണമേ. Put your hand on the area where you want to receive your miracle. ഈ സ്പോട്ടില് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ആയിട്ട് ഈ ഒരു സൈഡ് മുഴുവൻ ഇവിടെ ഇങ്ങനെ പെയിൻ താഴേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ബാബുവിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. We are praying for Babu who is asking for healing for his ear balance. നാമത്തിൽ In the name of Jesus. ഓ ഹല്ലേലൂയ. ഷോൾഡർ ഇറങ്ങിപ്പോയി, അതിനെന്നാ ഡോക്ടർ പറയുന്നത്? Dislocation. ഡിസ്ലൊക്കേറ്റഡ് ആയി പോകുന്ന അവസ്ഥയിലുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. In the name of Jesus, he will receive your healing for the patient who having dislocation of the shoulder. Thank you Lord Jesus. Ave nandi. Thank you Lord Jesus. Thank you Lord. Thank you Lord. ഒരുപാട് മിറക്കിൾസിൽ ഒരമ്മ ഇരുന്ന് എന്റെ കുഞ്ഞിനൊരു കുഞ്ഞുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. A mother is praying for her daughter to have issues. In the mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ 2020-ൽ തന്നെ ആ ഗുഡ് ന്യൂസ് കേൾക്കട്ടെ. Let us hear the good news. ഇന്നത്തെ ദിവസം വെച്ച് ഞാൻ 2020-ൽ ആ സദ്വർത്തമാനം കേൾക്കുമെന്ന് ആമേൻ പറഞ്ഞു. Hallelujah. Say amen to that good news.
ഹല്ലേലൂയ. വർഷങ്ങളായി ഞാൻ മരുന്നെടുത്തോണ്ടിരിക്കുക. You may be taking medicines for മാനസിക years, വിഭ്രാന്തിയുടെ മരുന്നുകൾ. for psychiatric problems. എനിക്ക് സൗഖ്യം വേണം. You want to be healing? Receive it in Receive Jesus' it. name. സ്വീകരിക്കുക. ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. Right now. സൗഖ്യമായിക്കുക. Be healed. സൗഖ്യമാവുക. Be healed right now. Be healed right now. സൗഖ്യമാകുക. Be healed right now. സൗഖ്യമാകുക. Be healed right now. സൗഖ്യമാകുക. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവുക. സൗഖ്യമാവുക. Hallelujah. സൗഖ്യമാവുക. Hallelujah. Be healed. സൗഖ്യമാവുക. Be healed right now. കഴുത്തെല്ലുകൾ സുഖപ്പെടട്ടെ. Neck തലയ്ക്കുള്ള bones, പ്രയാസങ്ങൾ മാറട്ടെ. headaches, ട്യൂമറുകൾ അപ്രത്യക്ഷമാവട്ടെ. let the tumors disappear. യേശുവിൻ നാമത്തിൽ In the name of Jesus. വചനത്തിന്റെ ജീവൻ വ്യാപിക്കട്ടെ. Oh, let the life of the word flow into them. കർത്താവായ ക്രിസ്തുവേ, Hallelujah. അത്ഭുതമാക്കി തീർക്കണമേ. ഓരോ ശരീരങ്ങളെയും സ്പർശിക്കണമേ. Touch each and every body. ഇപ്പോൾ തന്നെ ഈ Right പ്രാർത്ഥന now. പിതാവിന്റെ സ്നേഹത്താലും In the name of the Father, പുത്രന്റെ കൃപയാലും the grace of the Lord, പരിശുദ്ധാത്മാവിന്റെ the കൂട്ടായ്മയാലും communion of the fellowship of the അവരവർ Spirit. കൈവെക്കുന്ന ഇടത്തേക്ക് Wherever they Oh. are touching their hands, let it flow. ഒരത്ഭുതമായി മാറട്ടെ. Let it be a miracle there. In Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ. Amen. 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 വലിയ വിശ്വാസത്തോടെയാണ് ഈ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിവുള്ളതുപോലെ നാളുകളായിട്ട് നമ്മളിങ്ങനെ പല റെന്റഡ് പ്രമിസസുകളിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്റ്റുഡിയോ, ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇന്ന് ആ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. സോ സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്ത ഒരു സ്റ്റുഡിയോ കുറെ നാളായുള്ള ഒരു ഡ്രീം ആയിരുന്നു. ഇപ്പോൾ ആ ഡ്രീം ഈസ് കമ്മിങ് ട്രൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രേയേഴ്സ്. ഇതുവരെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സജിത് ജോസഫ് ഒഫീഷ്യൽ പേജ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും അല്ലെ ഫോളോ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും, ഇട ദിവസങ്ങളിൽ എപ്പോഴൊക്കെ പറ്റുമെന്നറിയില്ല, എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ ഞങ്ങൾ ഇവിടുന്ന് ലൈവ് ചെയ്യുന്നുണ്ട്. അനേകരിലേക്ക് ഇത് അത്ഭുതമായി മാറുന്നു. നിങ്ങൾക്കും ഇത് അത്ഭുതമായി സ്വീകരിക്കാം. ഈ ദിവസങ്ങൾ വലിയ പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ ദിവസങ്ങൾ. 2020 ഐക്യതയുടെ വർഷം. Hallelujah. Year of unity 2020. Bless you all. Take care. Have a blessed weekend. ഒരു ന്യൂ വീക്ക് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. പിതാവിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ, പുത്രന്റെ കൃപ കൊണ്ട് നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കൊണ്ട് നിറയട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപയും, പരിശുദ്ധ റൂഹായുടെ ആവാസവും എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.